നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയമരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഗൃഹസ്ഥാശ്രമധർമ്മത്തിലെ മറ്റൊരു തലമാണ് വാനപ്രസ്ഥം. വനത്തിലേക്ക് പ്രസ്ഥാനം ചെയ്യുന്നവനാണ് വാനപ്രസ്ഥൻ. അത് ആശ്രമ വ്യവസ്ഥയിലെ മൂന്നാമത്തേതാണ്. കുടുംബജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം വിവാഹം കഴിച്ച് കുടുംബജീവിത ധർമ്മത്തിലേക്ക് പ്രവേശിക്കണമെന്ന് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നു. സത്മാർഗത്തിലൂടെ ധനം സമ്പാദിക്കണം. കുട്ടികൾ ജനിക്കുകയും അവരെ ധർമാചരണത്തിലൂടെ ജീവിതം നയിക്കാനുള്ള സന്ദേശം നൽകി വളർത്തണം. കുടുംബത്തെ ശക്തമായി നിലനിർത്തുന്നതിനോടൊപ്പം പഞ്ചമഹായജ്ഞങ്ങളും അനുഷ്ഠിക്കണം. ദാനം മുതലായ കർമ്മങ്ങൾ ചെയ്യണം. അതേസമയം ഒരു കാര്യം മനസ്സിൽ സദാ ഉറപ്പിക്കുകയും വേണം. ഈ പറഞ്ഞതിനൊക്കെ ഒരു പരിധി വയ്ക്കണം. മക്കൾ വലുതായാൽ നാം പിൻവാങ്ങണം. ഇനി അവരാണ് ഗൃഹസ്ഥധർമ്മം മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട് ഒരു നിശ്ചിത പ്രായമായി കഴിഞ്ഞാൽ അധികാരവും ബാധ്യതയും മക്കളെ ഏൽപ്പിച്ച് നാം പിൻവാങ്ങണം. അടുത്ത തലമുറയെ പക്വമാർന്ന പാതയിലേക്ക് നയിച്ചിട്ടാണ് ഒരു ഗൃഹസ്ഥാശ്രമി ധർമാശ്രമത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. മനസ്സിനും ശരീരത്തിനും കാലം വരുത്തി വയ്ക്കുന്ന മാറ്റം മനസ്സിലാക്കി വാനപ്രസ്ഥ ജീവിതത്തിലേക്ക് കടക്കണം. അതിന് കാട്ടിലൊന്നും പോകണ്ട. സ്വാസ്ഥ്യം വീട്ടിൽ തന്നെ കണ്ടെത്തിയാൽ മതി. മമത കൂടിയാൽ ബന്ധനമായി. അടുത്തിരിക്കുമ്പോഴും മനസ്സ് അകന്നു തന്നെ ഇരിക്കണം. സാമൂഹിക സേവനം കൊണ്ടും ഉപാസന കൊണ്ടും വാനപ്രസ്ഥ ജീവിതം ധന്യമാകുന്നതാണ്. തുടർന്ന് കാവാലം ശ്രീകുമാർ സാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുത മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂടാചലേ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെയിരുന്നാലിനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. യുദ്ധം വിചാര്യ ധരിത്രീസുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. ഇനി രാമായണ ദർശനം. ചിത്രകൂടം വിട്ടുപോകാൻ ശ്രീരാമൻ നിശ്ചയിക്കുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണം തന്നെ തേടി ഇനിയും അയോധ്യാവാസികൾ എത്തും എന്ന ചിന്തയാണ്. ജനങ്ങൾ നിരന്തരം ഇവിടെ വന്നു പോയാൽ അത് കാടിൻ്റെ സ്വാഭാവികത തകർക്കും എന്ന് ശ്രീരാമൻ മനസ്സിലാക്കുന്നു. അനന്തരം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണ്യം ലക്ഷ്യമാക്കി ഭാരതത്തിൻ്റെ തെക്ക് ഭാഗത്തിലേക്ക് യാത്രയാകുന്നു. ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം
ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഭരതനും സംഘവും അയോധ്യയിലേക്ക് തിരികെ പോയി. വനത്തിൽ കഴിയുന്ന ശ്രീരാമ സീതാ ലക്ഷ്മണന്മാരിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുകയാണ്. നാനാമുനിജനസേവിതനായൊരു മാനവവീരൻ മനോഹരൻ രാഘവൻ ജാനകിയോടും അനുജനോടും മുതാ മാനസാനന്ദം കലർന്നു ചില ദിനം. ചിത്രകൂട്ടാചലെ വാണോരനന്തരം ചിത്തേ നിരൂപിച്ചു കണ്ടു രഘുവരൻ. മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തുമിവിടെ ഇരുന്നാലിനിയുടൻ. സത്വരം ദണ്ഡകാരണ്യത്തിനായിക്കൊണ്ടു ബദ്ധമോദം ഗമിച്ചിടുക വേണ്ടതും. ഇത്തം വിചാര്യ ധരിത്രീ സുതയുമത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂട്ടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ. അനേക മുനിജനങ്ങളാൽ സേവിതനായ, മനുഷ്യന്മാരിൽ വെച്ച് വീരനായ മനോഹരനായ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടെ സന്തോഷത്തോടെ കുറച്ച് ദിവസം അവിടെ താമസിച്ചു. എന്നാൽ പിന്നീടൊരു ചിന്ത രാമനുള്ളിൽ വന്നു. തൻ്റെ കൂട്ടുകാരും പൗരജനങ്ങളും അയോധ്യാവാസികളെല്ലാം തന്നെയും ഇവിടെ വന്ന് തന്നെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ വീണ്ടും വീണ്ടും നിശ്ചയമായും ഇങ്ങോട്ട് വരും. അങ്ങനെ വന്നാൽ അത് ശരിയല്ല. അത് വനത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് നാശം വരുത്തും. അതുകൊണ്ട് തന്നെ വേഗം ഇവിടെ നിന്ന് ഇനി ഉൾക്കാട്ടുകളിലേക്ക് യാത്രയാകണം, ദണ്ഡകാരണ്യത്തിലേക്ക് യാത്രയാകണം എന്ന് നിശ്ചയിച്ച് സീതയോടും ഉത്തമനായ ലക്ഷ്മണനോടും കൂടെ ചിത്രകൂടാചലത്തെ ത്യജിച്ചു, ഉപേക്ഷിച്ചു. അങ്ങനെ സത്യസന്ധനായ രാമൻ വനാന്തരത്തിലേക്ക് യാത്രയായി. ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം വാൽമീകി രാമായണത്തിലുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഭരതനും സംഘവും തിരിച്ചു പോയ ശേഷം രാമനും സീതയും ലക്ഷ്മണനും സന്തോഷമായിട്ട് കഴിയുകയാണ്. അവർക്കൊരു വ്യത്യാസവുമില്ല. എന്നാൽ അവിടെ കഴിയുന്ന നൂറുകണക്കിന് മുനിമാരുടെ ഭാവങ്ങൾ തീർത്തു മാറിയതായി രാമൻ കണ്ടു. അവരുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ട്. പണ്ടത്തെ പോലെ അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നില്ല, ഇടപഴകുന്നില്ല. എല്ലാവരുടെയും മുഖഭാവം മാറിയിരിക്കുന്നു. രാമൻ ചിന്തിച്ചു, എന്ത് പറ്റി? എൻ്റെ ഭാഗത്തു നിന്നൊരു തെറ്റും വന്നില്ല. ലക്ഷ്മണൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നോ? അറിയില്ല. സീതയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നോ? അതിന് സാധ്യതയില്ല. പ്രത്യേകിച്ചും വനവാസികളായ തപസ്വികളുടെ നേർക്ക് ഒരു സ്ത്രീ എന്ന രീതിയിൽ എന്തെങ്കിലും ദോഷം സീതയിൽ നിന്ന് സംഭവിച്ചോ? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. പരിശുദ്ധയായ സീതയിൽ നിന്ന് അങ്ങനെ സംഭവിക്കില്ല. ഇങ്ങനെയെല്ലാം രാമനും ചിന്തിച്ച് വളരെ വ്യാകുലനായി. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. രാമനെയും മറ്റും കാണുമ്പോഴത്തേക്ക് മഹർഷിമാർ പരസ്പരം കണ്ണുകൊണ്ട് അടയാളം കാണിക്കും. അവർ മിണ്ടാതെ മാറിപ്പോകും. ഇത് കുറച്ച് ദിവസം ആവർത്തിച്ചപ്പോൾ അവിടെയുള്ള വനവാസികളായ തപസ്വികളുടെ കുലപതിയുടെ അരികെ രാമൻ പോയി. എന്താണ് ഈ ഭാവപ്പകർച്ചയ്ക്ക് കാരണം? എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ 3 പേരുടെ ഭാഗത്തുനിന്ന് ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് വന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ല, പക്ഷേ ആപത്തുണ്ട്. മഹാദുഷ്ടനും മനുഷ്യമാംസം ഭക്ഷിക്കുന്നവനുമായ ഖരൻ ഇവിടെ ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, അവന് നിന്നോട് വലിയ വിരോധമുണ്ട്. അതുപോലെ ഇപ്പോൾ തക്കം കിട്ടുമ്പോൾ രാക്ഷസന്മാർ മുന്നോട്ട് വന്ന് ഞങ്ങളുടെ ഹോമങ്ങളെയും തപസ്സുകളെയും എല്ലാം ബാധിക്കുകയാണ്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല.
രാക്ഷസന്മാർ ഈ പ്രദേശത്ത് പണ്ടേയുണ്ട്. പക്ഷേ ഒരിക്കലും രാക്ഷസന്മാർ ഞങ്ങളുടെ യജ്ഞങ്ങളെ ഉപദ്രവിച്ചിരുന്നില്ല, നശിപ്പിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതല്ല. യജ്ഞസാമഗ്രികൾ കൊണ്ടുപോവുകയും യജ്ഞങ്ങളെ അശുദ്ധമാക്കുകയും ഞങ്ങളെയെല്ലാം ഉപദ്രവിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ്. അവർക്ക് നിങ്ങളോടും ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശം വിട്ടുപോകാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്നറിയിച്ചു. രാമൻ ചിന്താകുലനായി. പിന്നീട് കാണുന്നത് അവിടെയുള്ള എല്ലാ മഹർഷിമാരും ആ സ്ഥാനം വിട്ടുപോകുന്നതാണ്. അങ്ങനെ ചിത്രകൂട പ്രദേശത്ത് തപസ് ചെയ്തിരുന്ന എല്ലാ മഹർഷിമാരും അവിടെ സ്ഥലം ഒഴിവാക്കി ദൂരയാത്രയായി, മറ്റേതോ ഭാഗത്തേക്ക് പോയി. രാമനും സീതയും ലക്ഷ്മണനും മാത്രമായി അവിടെ. ആ സന്ദർഭത്തിൽ ഇനിയും ഇവിടെ താമസിക്കുന്നത് ഉചിതമല്ല എന്ന് വിവിധ ദിശകളിലൂടെ ചിന്തിച്ച് രാമൻ ഉറപ്പിക്കുകയാണ്. ആ ഒരു നിശ്ചയത്തിൻ്റെ ഫലമായിട്ടാണ് അവിടെ നിന്ന് രാമൻ വിട്ടുപോകാൻ തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും ആ തീരുമാനമെടുക്കുന്നതിന് ഇതും ഒരു കാരണമായിരിക്കാം. കാരണം ഇവിടെ അയോധ്യാവാസികൾ വന്നതുകൊണ്ട് ഇനി അവർ ധാരാളമായി വരും. അങ്ങനെ വന്നാൽ കാടിൻ്റെ സ്വാഭാവികതയെല്ലാം നഷ്ടപ്പെടും. അത് പാപകരമാണ്, അത് സംഭവിക്കരുത് എന്നുള്ള ചിന്തയും രാമനുണ്ടാവാം. ഏതായാലും വിസ്തൃതമായ ഈ ഒരു ആഖ്യാനം അധ്യാത്മരാമായണത്തിൽ രേഖപ്പെടുത്തിയിട്ടേയില്ല. അനന്തരം ചിത്രകൂട പ്രദേശം വിടാൻ വേണ്ടി നിശ്ചയിക്കുകയും അവർ കൂടുതൽ കാടുകളിലേക്ക്, കാടിനുള്ളിലേക്ക്, വിശേഷിച്ച് നമുക്ക് പറയാം തെക്കൻ ദിക്കിലേക്ക് യാത്രയാവുകയും ചെയ്തു. അങ്ങനെ പോകുന്ന വഴി അത്രിതന്നാശ്രമം പുക്കു മുനീന്ദ്രനെ ഭക്തിയാ നമസ്കരിച്ചു രഘുനാഥനും. അങ്ങനെ സഞ്ചരിക്കുന്ന അവർ മഹാനായ അത്രി മഹർഷിയുടെ ആശ്രമത്തെ പ്രാപിച്ചു. ആ മഹാമുനീന്ദ്രനെ ഭക്തിപൂർവം ശ്രീരാമൻ നമസ്കരിച്ചു. ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒക്കെ നമസ്കരിച്ചു. പക്ഷെ ഇവിടെ ശ്രീരാമൻ നമസ്കരിച്ചു. എന്നിട്ട് അറിയിച്ചു, രാമോഹമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമത്പദം തവ കാണായ കാരണം. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്നതറിഞ്ഞു മുനീന്ദ്രനും. ഞാൻ രാമനാകുന്നു. അല്ലയോ മഹാമുനെ, അങ്ങയുടെ ദർശനം കൊണ്ട് ഞാൻ ധന്യനായിരിക്കുന്നു, കൃതാർത്ഥനായിരിക്കുന്നു എന്ന് രാമൻ അറിയിച്ചുകൊണ്ട് മഹർഷിയെ നമസ്കരിച്ചു. തൻ്റെ മുന്നിൽ വന്നത് സാക്ഷാൽ നാരായണനാണെന്ന് അത്രി മഹർഷിയും മനസ്സിലാക്കി. തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അധ്യാത്മരാമായണത്തിലെയും വാത്മീകി രാമായണത്തിലെയും അന്തരമാണ് ഇന്നത്തെ വ്യാഖ്യാനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യക്തമാക്കിയത്. അധ്യാത്മരാമായണത്തിൽ അയോധ്യാവാസികളുടെ നിരന്തര വരവിനെ ഭയന്ന് ചിത്രകൂടം വിടാനൊരുങ്ങി എന്ന് പറയുമ്പോൾ, വാത്മീകി രാമായണത്തിൽ മഹർഷിമാരുടെ പെരുമാറ്റത്തിലെ പൊരുത്തക്കേടാണ് ശ്രീരാമന് പ്രേരണയായത്. ശ്രീരാമൻ്റെ സാന്നിധ്യം ചിത്രകൂടത്തിൽ രാക്ഷസന്മാരുടെ ശല്യം വർദ്ധിപ്പിച്ചു. എന്തായാലും അവതാര ലക്ഷ്യത്തിലേക്ക് വിധി ശ്രീരാമനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി സനാതനധർമ്മം. എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണനും മനസ്സും ശരീരവും കർമ്മപഥത്തിലേക്ക് എത്താൻ പ്രചോദിപ്പിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അവിടെ കണ്ണ് ചെല്ലുകയില്ല, അവിടെ വാക്ക് ചെല്ലുകയില്ല, അവിടെ മനസ്സ് ചെല്ലുകയില്ല. ആ ചൈതന്യത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ പ്രൊഫസർ വിശ്വനാഥൻ നമ്പൂതിരി സംസാരിക്കുന്നത്. കേനോപനിഷത്തിലെ വളരെ പ്രസിദ്ധമായൊരു മന്ത്രമാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആരുടെ പ്രേരണ കൊണ്ടാണ് എന്ന് കൊച്ചു കുട്ടികൾ പോലും പരസ്പരം അങ്ങോട്ടും നമ്മോടും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടിയാണ് കേനേഷിതം പദ്ധതി. ആരാഗ്രഹിച്ചിട്ടാണ് വിഷയങ്ങളിലേക്ക് എൻ്റെ മനസ്സ് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്, അവിടെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടും ഞാൻ അങ്ങോട്ട് പോകുന്നത് അകത്തു നിന്നൊരു അന്തശ്ചോദന എന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ പ്രാണൻ ഇങ്ങനെ അന്തിമകാലം വരെയും എന്നെ വിട്ടുപിരിയാതെ എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഈ ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അതുപോലെ എൻ്റെ ഈ വാക്കുകൾ എനിക്ക് ഇങ്ങനെ അനുസ്യൂതമായി പറയാൻ പറ്റുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ ശക്തിയുടെ കഴിവ് കൊണ്ടാണ്. എൻ്റെ കണ്ണ് തുറന്നാൽ വിഷയങ്ങളെ കാണാൻ പറ്റുന്നത് കണ്ണും വിഷയവുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ല, കണ്ണിനെ വിഷയത്തിലേക്ക് എത്തിപ്പിക്കാനുള്ള ചൈതന്യം എൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്.
അതുപോലെ എൻ്റെ ശ്രോത്രം ചെവി എനിക്ക് കേൾക്കാൻ പറ്റുന്നത്, വിഷയങ്ങൾ ശബ്ദങ്ങൾ എൻ്റെ ചുറ്റും സഞ്ചരിച്ചു പോകുമ്പോൾ എൻ്റെ ചെവി ചെന്ന് ആ ശബ്ദത്തെ തേടി പിടിച്ചുകൊണ്ടെന്ന് എനിക്ക് തന്ന് കേൾക്കൂ എന്ന് എന്നെ ആക്കി തീർക്കുന്നത് ഒരു ചൈതന്യത്തിൻ്റെ ശക്തിവിശേഷം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ചെവി ഉണ്ടായിട്ടും കേൾക്കാൻ പറ്റുന്നില്ല, കണ്ണുണ്ടായിട്ടും കാണാൻ പറ്റുന്നില്ല, ഇന്ദ്രിയങ്ങളൊക്കെ ഉണ്ടായിട്ടും പറ്റുന്നില്ല, പ്രാണൻ ഇഷ്ടം പോലെ എൻ്റെ ചുറ്റും അകത്തും പ്രസരിച്ചിട്ടും എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ ശ്വാസം മുട്ടുകയാണ്. എന്തുകൊണ്ട് ശ്വാസം മുട്ടുന്നു? പ്രാണനില്ലേ? ഉണ്ടല്ലോ. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കല്ലേ പ്രാണൻ, എന്നിലും ഉണ്ട് പ്രാണൻ. പക്ഷേ എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പ്രാണനെ ശ്വസനയോഗ്യമാക്കി മാറ്റുന്ന ഒരു ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഇതാണ് ഉപനിഷത് വിദ്യ നമുക്ക് കാണിച്ചു തരുന്നത്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അവരെ അവരവരുടെ കർമ്മപഥങ്ങളിലേക്ക് അവരവരുടെ ശരീരത്തെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രാണനെയും എപ്പോഴും പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യം ഉള്ളിലുണ്ട്. ഇത് അറിയലാണ് ഉപനിഷത് വിദ്യ. ഇതിനാണ് ബ്രഹ്മവിദ്യ എന്ന് തന്നെ പറഞ്ഞത്, മറ്റു വിദ്യയല്ല. ഇങ്ങനെ ഒരു ചൈതന്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് ഞാനിങ്ങനെ സഞ്ചരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ നിശ്ചലമാകുമായിരുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ കൈയും കാലും അനങ്ങുന്നില്ല. എൻ്റെ കഴിവ് എവിടെ പോയി? എൻ്റെ ശക്തി എവിടെ പോയി? ഞാൻ വിചാരിച്ചിട്ടത് അനക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ അംഗങ്ങളെയും അവയവങ്ങളെയും ഇതിനെയൊക്കെ പരിപുഷ്ടമാക്കി ശക്തിമത്തായിട്ട് കൊണ്ടു നടക്കണം. ഇതായിരുന്നു ആ ശാന്തി പാഠത്തിലെ 2ാമത്തെ മന്ത്രത്തിൻ്റെ ആശയവും. എൻ്റെ ശരീരാവയവങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ഉപകരണങ്ങളെയും ഒക്കെ ശക്തിമത്താക്കി കൊണ്ടു നടക്കുന്ന ഒരു ചൈതന്യമുണ്ട്. അത് ഈ പ്രപഞ്ചത്തിലുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട്. ഇതിനെ കണ്ടറിയൽ, അനുഭവിച്ചറിയൽ, അതായി തീരൽ, അതിനെ സാക്ഷാത്കരിക്കൽ, ഇതാണ് ബ്രഹ്മസാക്ഷാത്കാരം എന്ന് ഉപനിഷത്ത് നമ്മെ ബോധ്യപ്പെടുന്നത്. അനായാസമായി വളരെ സുന്ദരമായ ഉദാഹരണത്തിൽ കൂടിയാണ് ഈ ഉപനിഷത്ത് നമ്മളിത് ബോധ്യപ്പെടുന്നത്. ഗഹനമായൊരു വിഷയമാണെങ്കിലും എത്ര സുന്ദരമായി. എന്തുകൊണ്ട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ വിഷയങ്ങൾ കാണാൻ പറ്റുന്നു? അതിന് നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയാം. കണ്ണിൽ നിന്നും പുറപ്പെടുന്ന ഒരു തേജസ് ആ മുമ്പിൽ കാണുന്ന വസ്തുവിലുള്ള തേജസ്സുമായിട്ട് കൂടിച്ചേർന്ന് ഈ 2 തേജസ്സും കൂടി വീണ്ടും എൻ്റെ കണ്ണിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നു. ഇതൊക്കെയാണ് സംഭവം. എന്തുകൊണ്ട് ഈ തേജസ് കണ്ണിൽ നിന്നും പുറത്തേക്ക് പോകുന്നു? അത് പോകാൻ അകത്തിരുന്ന് ഒരാൾ പ്രചോദിപ്പിക്കുന്നുണ്ട്, ഇതാ ഇത് പുറത്തേക്ക് പൊയ്ക്കോളൂ എന്ന്. ചെവിയും അങ്ങനെ തന്നെയാണ്, മൂക്കും അങ്ങനെ തന്നെയാണ്, നാക്കും അങ്ങനെ തന്നെയാണ്. രസങ്ങൾ അനുഭവിക്കാൻ എൻ്റെ നാവിനുള്ള കഴിവുണ്ടാക്കി കൊടുത്തതും ഈ ശക്തിവിശേഷം തന്നെയാണ്. മൂക്കിന് ഘ്രാണമറിയാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുത്തതും ചൈതന്യവിശേഷമാണ്. അങ്ങനെ എൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും എൻ്റെ അവയവങ്ങളെയും ഒക്കെ അതാത് വിഷയങ്ങളിലേക്ക് കടത്തിവിടാൻ ഉള്ള പ്രേരണാശക്തി അകത്തിരുന്ന് അന്തശ്ചോദനയായി എന്നെ സദാ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മചൈതന്യത്തെ എനിക്ക് സാക്ഷാത്കരിക്കാൻ പറ്റട്ടെ. ഇതാണ് ഗുരുശിഷ്യന്മാർ ഒന്നിച്ചുള്ള ആദ്യത്തെ പാഠത്തിൻ്റെ ആരംഭവും അങ്ങനെയാണ്. ഇതിനെയാണ് ഈ ആദ്യത്തെ 2 ശാന്തി മന്ത്രത്തിൽ കൂടി ഈ ബ്രഹ്മചൈതന്യത്തെ ഞങ്ങൾക്ക് അനുഭവയോഗ്യമാക്കി തരട്ടെ. അത് ഞങ്ങൾക്ക്, അതുകൊണ്ടാണ് സഹനവ് ഭുനക്തു, ഞങ്ങൾക്കിത് അനുഭവിക്കാൻ സാധിക്കട്ടെ. ഇതാണ് എന്ന് അറിഞ്ഞാൽ പോരാ, ഈ അറിവിനെ അനുഭവമാക്കി മാറ്റണം. കേട്ടാൽ മാത്രം പോരാ, ചിന്തിച്ചാൽ മാത്രം പോരാ. കേൾക്കലും ചിന്തിക്കലും കഴിഞ്ഞ് അപ്പുറത്ത് അനുഭവത്തിൻ്റെ തലമുണ്ട്. ആ തലത്തിലേക്ക് ഈ വിദ്യ, ഈ അറിവിനെ എത്തിച്ചേർത്തെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പല വിദ്യകളും ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞു വിടുന്നത്, അല്ലാതെ അനുഭവിക്കാൻ പറ്റാത്തത്, അത് അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാത്തതുകൊണ്ടാണ്. പല അറിവുകളും നമ്മൾ കേട്ട് വിടും, അല്ലെങ്കിൽ ചിന്തിച്ച് വിടും, അല്ലെങ്കിൽ മനനം ചെയ്ത് അപ്പോഴേ പറഞ്ഞു വിടും. അതിനെ ഉള്ളിലേക്ക് ഉണ്ടാക്കി വയ്ക്കലില്ല. അതിനെ ഉള്ളിലേക്ക് ആക്കി വെച്ചാൽ മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അറിവ് അനുഭവിക്കാനുള്ളതാണ്, അതറിയാനുള്ളത് മാത്രമല്ല എന്ന് ഈ ഉപനിഷത്തിൻ്റെ ആദ്യത്തെ മന്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടിയാണ് കേനോപനിഷത്ത് മുമ്പോട്ട് നീങ്ങുന്നത്. ഈ ചോദ്യമാണ് ഈ ഉപനിഷത്തിൻ്റെ പ്രധാനം. അതുകൊണ്ട് ഈ ഉപനിഷത്തിന് കൊടുത്ത പേരും കേനോപനിഷത്ത് എന്നാണ്. കേന ആരാൽ, ഇരട്ട ചോദ്യമാണ്. ആര് കാരണമായിട്ടാണ് ഇതെല്ലാം അനുസ്യൂതം നടക്കുന്നതെന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഉപനിഷത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. സദാ ഈശ്വര സ്മരണയോടെ കഴിയുന്ന ചില ഭക്തരുണ്ട്. ഇതാണ് സ്മരണാസക്തി. ഭക്തൻ എപ്പോഴും ഭഗവത് സ്വരൂപം സ്മരണം ചെയ്ത് ആനന്ദിച്ച് കഴിയുന്ന ഭക്തിയുടെ തലമാണ് സ്മരണാസക്തി. എന്ത് കാണുമ്പോഴും തൻ്റെ ഇഷ്ടദേവതാ സങ്കല്പമായിരിക്കും സ്മരണാസക്തിയുള്ള ഭക്തനിൽ ഉണ്ടാകുന്നത്.
ഇനി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി ആരതി കണ്ട് ഇഷ്ടദേവനിൽ അർപ്പിച്ച് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.